പക്ഷേ ലാൽ സാർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നും വലിയ ആഗ്രഹമില്ലെന്ന്. ഇപ്പോൾ 20 എന്നുള്ള സിനിമയിൽ ഒരു മോഡേൺ ടെക്നോളജി ഇല്ലാതാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മോണിറ്റർ പോലും ഇല്ല. അതെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പെർട്ടിക്കുലർ ഫ്രെയിം ഫ്രം യുവർ കരിയർ ഏതെങ്കിലും സിനിമയിൽ ഒരു ഷോട്ട് ഇപ്പോഴും സ്റ്റിൽ കംഫർട്ട്സ് യു അല്ലെങ്കിൽ സ്റ്റിൽ ഹോൺസ് യു? ഈ രജനീകാന്ത് ദളപതിയിൽ സൂര്യൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോകുന്നത്. I think one would be beautiful colorless water. And the water will reflect the green, the red and everything else. Of course, Mohanlal. അണ്ണാ എല്ലാം നന്നായിട്ട് വരും അണ്ണാ. സന്തോഷ് ശിവൻ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ക്രിസ്മസിൽ ഇങ്ങനെ വളരെയധികം നല്ലൊരു എന്താ പറയുക സുപ്രഭാതം, താങ്കളുടെ വീട്ടിൽ താങ്കളുടെ പട്ടിക്കുട്ടിയുടെ ഒപ്പം ഇരുന്നു കൊണ്ടൊരു സംസാരം. ആൻഡ് ബാറോ സ്പെഷ്യൽ, കൺഗ്രാജുലേഷൻസ്. എത്ര നല്ലൊരു ക്രിസ്മസ് ട്രീറ്റാണെന്ന് എനിക്ക് പറഞ്ഞാൽ പോലും മതിയാവില്ല. ഞാൻ എന്താ പറയുക നമ്മുടെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു മാസ്മരിക ലോകത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയതിന് നന്ദി. ഇത് തന്നെയാണ് ഞാൻ ലാൽ സാറിൻ്റെ ചെവിയിലും പോയി പറഞ്ഞു തന്ന് സിനിമ കണ്ടപ്പോൾ. സ്റ്റാർട്ടിങ് ഓഫ് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ സത്യം പറയാച്ചാൽ ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്. താങ്കളുടെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് എവിടെയായിരുന്നു? ലാൽ സാർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് പടം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതൊരു സാധാരണ ഒരു മാസ് പടം, അങ്ങനത്തെ പടമൊന്നുമല്ല. പക്ഷേ ലാൽ സാർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നും വലിയ ആഗ്രഹമില്ലെന്ന്. ഒറ്റ പടം മതി. എന്ന് വെച്ചാൽ ഇത് വേറെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തപ്പം ലാൽ സാറാണെങ്കിൽ ഒരുപാട് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഭയങ്കര ഓർഗാനിക്കായിട്ടും പിന്നെ ഒരു ഓർഗാനിക് വെയിലാണ് പടം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടോ അതെല്ലാം ട്രൈ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഒരു 3D ഫിലിമാണ്. 3D ഫിലിം നമ്മൾ സാധാരണ 3D ഒറിജിനൽ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഭയങ്കര പാടാണ്. ബിക്കോസ് ഒരുപാട് ലൈറ്റ് വേണം, ഒരുപാട് ഡെപ്ത് ഓഫ് ഫീൽഡ് വേണം, വലിയ ക്യാമറയാണ്. അപ്പം 2 ക്യാമറയല്ലേ, അതിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ ലാൽ സാറാണെങ്കിൽ അത് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരുപാട് നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ പിണങ്ങുകയൊക്കെ ചെയ്യും. അതാണ് ആ പിണക്കത്തിലേക്ക് എത്തട്ടെ. എന്താ വെച്ചാൽ ഒരു റെഫറൻസ് പോലും താങ്കൾക്ക് തന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബിആറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു. ഒരു നോ റെഫറൻസ് അറ്റ് ഓൾ യു സ്പോക്ക് ടു ഭരദ്വാജ് രംഗൻ. അപ്പോൾ റെഫറൻസ് ഇല്ലാതിരിക്കുമ്പോൾ ക്ലീൻ സ്ലേറ്റ് ആണ്. ആ ക്ലീൻ സ്ലേറ്റിൽ നിന്നും ഒരു വേൾഡ് കെട്ടിപ്പടുക്കാൻ സന്തോഷ് ശിവന് ബുദ്ധിമുട്ടില്ല. താങ്കൾ ഇത്രയും ഡോക്യുമെൻ്ററീസും ഫീച്ചർ ഫിലിംസിൻ്റെയും ഭാവത്തിൽ. പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയായിരുന്നു? അപ്പം ഇതാണ് ഫസ്റ്റ്. ഏത് ഈ നമ്മൾ വേറെ ഒരു പടത്തിൽ കണ്ടതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ചെയ്യാൻ നേരത്ത് ബിക്കോസ് ഭയങ്കര രസമാണ് അത് ഷൂട്ട് ചെയ്യാൻ നേരത്ത്. ബിക്കോസ് ഈ ഷൂട്ട് ചെയ്യാൻ നേരത്ത് പോർച്ചുഗീസ് ആക്ടേഴ്സ് ഉണ്ട്, സ്പാനിഷ് ആക്ടേഴ്സ് ഉണ്ട്, ആഫ്രിക്കൻ ആക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഇവർ ആ ഭാഷയിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഒരു ട്രൂലി ഒരു യൂണിവേഴ്സൽ സംഭവം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നുമില്ലാത്തതിന് പാൻഡമിക്കും ഉണ്ട്. അപ്പം ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന മോഹൻലാലിന് ഇത്രയും പടം ചെയ്യലും എല്ലാ പ്രോബ്ലംസും ഈ പടത്തിലുണ്ട്. നല്ലൊരു അനുഭവ ഗുരു അല്ലേ? പക്ഷേ അതേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഭയങ്കര കാമാണ്. ഷൂട്ടിങ് പടം കഴിഞ്ഞിട്ടും അതേ ചിരിയായിരുന്നു. ഞാനതിനെപ്പറ്റി ലോഞ്ചിൽ സംസാരിച്ചു. എപ്പോഴും ഈ ചിരി മാറത്തില്ല, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. എൻ്റെ അടുത്തൊക്കെ വഴക്കമുണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ പിടങ്ങുകയൊക്കെ ചെയ്യും. ചില സമയത്ത് താങ്കൾ വരുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയും അല്ലേ? പറ്റത്തില്ലെന്ന് പറയുന്നത് ബസ്സി ഞാൻ നോക്കിയിട്ടിപ്പം മണിരത്നം അങ്ങനെയാണ്, വല്ല ഡിഫിക്കൽട്ടായിട്ടൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് എളുപ്പമൊന്നും പറ്റത്തില്ല, അത് നമ്മൾ നേരത്തെ ആലോചിക്കുന്നതാണ്. ഇതാണെങ്കിൽ അതല്ല, ഇത് പറ്റത്തില്ലെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഈ ക്യാമറ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമ്മൾ മറ്റേ ക്യാമറ കൊണ്ട് നടക്കുന്ന പോലെ ഇപ്പോൾ സ്റ്റഡി ക്യാമറ ഒക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ക്യാമറയാണ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ 3Dക്കാണെങ്കിൽ അവസാനം ഒരു ഫോഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പോഴാണ് ഈ കൈയൊക്കെ നമുക്ക് തൊടാൻ തോന്നുന്നത്. അപ്പോൾ ഈ ക്യാമറ ഫേസിൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരാൻ നേരത്ത് ഇതിൻ്റെ ഷാഡോ വരത്തില്ല. ഇത്രയുണ്ട്, ഒരു വലിയൊരു തെർമോക്കോള് ഫ്രണ്ടിൽ പിടിക്കുന്ന പോലെയാണ് ഷാഡോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നേരത്താണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനൊന്നും കേൾക്കണമെന്നില്ല, ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാനായതുകൊണ്ട് ഇതെങ്ങനെയൊക്കെ സോൾവ് ചെയ്തോളൂ എന്ന് അറിഞ്ഞിട്ട് അങ്ങ്
കുറച്ച് സമയം കൊടുത്താൽ മതി. ബിക്കോസ് ഇത് ആലോചിച്ച് പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ട്രാക്കൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ലെവലൊക്കെ ചെയ്തില്ലെങ്കിൽ അടിക്കുവേ. ഒന്നാമത് 3D ആകുമ്പോൾ തലവേദനയൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇരിപ്പുണ്ട് അവിടെ, സ്റ്റീരിയോ ഗ്രാഫേഴ്സ്. അപ്പോൾ അവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ട്രാക്ക് രണ്ടാമത് ഇനി ഇടണം, അത് ലെവൽ ചെയ്യണം. അപ്പം അതിനൊക്കെ സമയമെടുക്കും, 3Dയെ സമയമെടുക്കും. ഞാനാണെങ്കിൽ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ജോൺ സീൽ എന്ന് പറഞ്ഞൊരു സിനിമോട്ടോഗ്രാഫർ ഉണ്ട്. അയാൾ ആണ് മാഡ് മാക്സ് 3 ചെയ്തത്. അപ്പോൾ അദ്ദേഹം അത് 3Dയാണ്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു 3Dയെ പറ്റി അവിടെ സ്പീച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 3D ഒക്കെ ചെയ്യുമ്പോൾ ലെൻസ് എടുക്കാൻ 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ 15 ക്യാമറ ഉണ്ട്, എല്ലാം വേറെ വേറെ ലെൻസ് ഇട്ടു. അപ്പോൾ ക്യാമറ മാറ്റും, അല്ലാതെ ലെൻസ് മാറ്റത്തില്ല, ബിക്കോസ് സമയം. പിന്നെ ഒരുപാട് മൂവ്മെൻ്റ് ഉള്ള ഇതൊക്കെ അവർ ക്യാമറ കസ്റ്റം മെയ്ഡ് ഡിസൈൻ ചെയ്ത് ചെറിയ ക്യാമറ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പൈസയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ ഒരു ക്യാമറയും, ബിക്കോസ് ഒരുപാട് ആൾക്കാർ 3Dയിൽ തുടങ്ങി. ഇപ്പം ബാഹുബലി, RRR, പിന്നെ എന്തോ റോബോ ഒക്കെ തുടങ്ങിയതാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് നിർത്തി. എന്നിട്ട് 2D ഷൂട്ട് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്തു. എനിക്കൊന്ന് ജീജോ ചെയ്ത കുട്ടിച്ചാത്ത എന്നുള്ള പടം മാത്രമേ ഉള്ളൂ 3D നേറ്റീവ് എന്ന് വിളിക്കാവുന്ന നേറ്റീവ് 3D. പക്ഷെ അത് സിമ്പിൾ ക്യാമറ, 2 ലെൻസാണ്. അത് ഒരുപാട് കോംപ്ലിക്കേഷൻ. പക്ഷെ ഈ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രീ വിഷ്വലൈസേഷന് ചാൻസ് ഉണ്ടായിരുന്നു? അതായത് ഇന്ന ഷോർട്സ് ഇങ്ങനെ ഇരിക്കണം, അതോ അവിടെ വന്ന് കണ്ട് ഇത്രയും ആരഭാരങ്ങളുടെ ഇടയിൽ താങ്കൾക്ക് അത് പിന്നെ വീണ്ടും മെനഞ്ഞെടുക്കേണ്ടി വന്നോ? ഇല്ല, സെറ്റ് ഇടാൻ സന്തോഷ് രാമനാണ് സെറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ സെറ്റ് ഇട്ടപ്പോൾ തൊട്ട് ഡിസ്കഷൻ തുടങ്ങി. ബിക്കോസ് ഒരു സെറ്റാകുമ്പം ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്, പിന്നെ ഇത്രയും ക്യാമറ മൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ ലൈറ്റ് ചെയ്ത് ഇവിടെ ഒരു സ്റ്റുഡിയോ അല്ല. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ സെറ്റിനൊക്കെ നമ്മൾ കൂടിയിരുന്നു. പിന്നെ ടെക്സ്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ ഒരു സ്ഥലം, അപ്പോൾ അതിനൊരു ലൈറ്റിംഗ് പാറ്റേൺ ഡിസൈൻ ചെയ്യണം സെല്ലറിൻ്റെ അകത്ത്. പിന്നെ വെളിയിൽ ഇറങ്ങാൻ നേരത്തെ ഒരു വേറെ, പിന്നെ ഫ്ലാഷ് ബാക്കിന് വേറെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ, അപ്പം നമുക്ക് അത് വലിയ പ്രശ്നമല്ല. ആക്ച്വലി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ആക്ച്വലി. അതുകൊണ്ടപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആദ്യത്തെ തന്നെ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഒരു സ്റ്റണ്ട് സീക്വൻസ് കാണിക്കുന്നുണ്ടല്ലോ, അതിന് സ്പെസിഫിക് ആയിട്ട് വേറെ ടെക്നിക്സ് ഉണ്ടായിരുന്നു അതോ? ഇല്ല, അത് നമ്മളൊരു റൊട്ടേറ്റിംഗ് സെറ്റ് ചെയ്തു. അപ്പോൾ ക്യാമറ എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം അത് ഡിഫിക്കൽട്ടാണ്. ആക്ച്വലി പണ്ട് 2001 സ്പേസ് ഒഡീസിയിൽ ചെയ്തതാണ്. പിന്നെ കുട്ടിച്ചാത്തലിനും ഒരു ഷോട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ സാധനം അവിടെ ഇരിപ്പുണ്ട്. അത് ഭയങ്കര പാടതൊക്കെ ചെയ്യാൻ. പക്ഷെ അത് ആസ് യു സെഡ് എക്സ്പീരിയൻസ് ഓൾവേസ് മാറ്റേഴ്സ് അല്ലേ. ഈ ഒരു സെറ്റിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു ഹെവി ഒരു ഡ്യൂട്ടി ഉള്ള ഒരു ഡേ ആയിരുന്നെങ്കിൽ വാട്ട് ഇസ് യുവർ സെറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് ഹൗ ആർ യു ദേർ? The set is also very difficult because ഈ ഫ്ലെയിംസ് എല്ലാം ഗ്യാസ് മാനിപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിയാമെങ്കിൽ ഒരു ഡസ്റ്റ് മറ്റേതെല്ലാം ഉണ്ട്. അപ്പം അത് മോഹൻലാലിനെ സംബന്ധിച്ച് കൊടുക്കണം, ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സുഖമില്ലാതൊക്കെ പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഈസി പടമൊന്നുമല്ല. വെരി ഡിഫിക്കൽട്ട്. അതിന് 3.5 ഇയേഴ്സിന്റെ വർത്ത് വെയിറ്റ് ആയിരുന്നു എനിക്കത് കണ്ടപ്പോൾ. 3.5 ഇയേഴ്സ് അത് മിക്കവാറും എല്ലാം ഈ പാൻഡമിക് കാരണം ആക്ടേഴ്സ് പോയതും അങ്ങനെയൊക്കെയുള്ള. ശരിക്കും ഒരു കൊല്ലം ചെയ്തിട്ടുണ്ടാവും എല്ലാം കൂടി? അല്ല, ആക്ച്വലി VFX സമയമെടുത്തു. ഓക്കെ, 3D അല്ലേ. അതാണ്. അപ്പോൾ ഈ എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ വിഷ്വൽ ഫെറ്റിഗ് വരാതിരിക്കാനായിട്ട് ചിലപ്പോൾ ചില സീൻസ് ഇലോങ്ങേറ്റ് ചെയ്യേണ്ടി വരും കുറച്ചുകൂടി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വേർ ഡു യു ഡിസൈഡ് ദാറ്റ് ഓക്കെ ഫൈൻ ഇവിടെ വരെ ഇരിക്കണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ടു ബി ആൻ എഡിറ്ററിൻ്റെ കൂടെ ഇരിക്കണം? ആക്ച്വലി ബേസിക്കലി വി ഹാവ് ലെസ് കട്ട്സ്. ഈ ഇപ്പം ആണെങ്കിൽ എല്ലാം തോരൻ പോലെ അരിയുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ചെറിയ ചെറിയ ഷോട്ട്സ് ആണ്. അവിടെ അങ്ങനത്തെ അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാനും തലവേദന ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ക്രീനിലിട്ട് കാണും, ടു സീ ഹൗ ബ്രൈറ്റ് ഇറ്റ് ഷുഡ് ബി, ഹൗ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വലിയ രീതിയിൽ ഹയർ ചെയ്ത് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാവുന്നേ. പക്ഷെ നമുക്ക് അറിയണം എവിടൊക്കെയാണ് പ്രശ്നമുണ്ട്. പിന്നെ ഏറ്റവും ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു സീൻ ഏതാ അതിൽ?
ബാറോസിൽ? ആക്ച്വലി ഈ ഫിലിമിൽ എല്ലാം സമയമെടുത്തു. ചെറിയൊരു ഷോട്ടാണെങ്കിലും ഇപ്പോൾ ഈ 3Dയിൽ കണ്ണുനീര് വന്ന് താഴെ വീഴണം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല അത് വീഴുക. അപ്പോൾ നമ്മൾ അതൊക്കെ ടൈം എടുക്കും. അപ്പോൾ ഒന്നും ചെറിയ ഷോട്ടൊന്നുമല്ല, എല്ലാത്തിനും നല്ല ടൈം എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ VFX ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതാണ് നമ്മൾ സാങ്കല്പികമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴും അവിടെ മറ്റുള്ള എലിമെൻറ്റ്സ് പിന്നീട് വരുന്നുള്ളൂ. അപ്പോൾ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു? അതായത് 2D 3D ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നിരുന്നാലും സ്പെസിഫിക് ആയിട്ട് സന്തോഷ് വരുന്ന സിനിമാറ്റോഗ്രാഫറിന് മനസ്സുകൊണ്ട് പാകപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു ഇതിൽ ആദ്യം, ഈവൻ ഫോർ യുവർ ക്രൂ മെമ്പേഴ്സ് ഓൾസോ? അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ ഷോട്ടും ഒരു ചലഞ്ചാണെങ്കിലും നമ്മളൊരു ചലഞ്ചായിട്ട് കാണുവാണെങ്കിൽ ഇതൊന്നും പ്രശ്നമായിരിക്കും. ഇത് ഭയങ്കര പാടാണ്, എടുക്കാൻ പറ്റുമോ, അങ്ങനെയല്ല. ഒരു സീറ്റ് ആസ് എ ചലഞ്ച്. അപ്പോൾ നമ്മുടെയൊക്കെ കരിയറിൽ നമ്മൾ പണ്ട് തൊട്ടേ ഒന്നും ഇല്ലാതൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ 20 എന്നുള്ളൊരു സിനിമയിൽ ഒരു മോഡേൺ ടെക്നോളജി ഇല്ലാതാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, മോണിറ്റർ പോലും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് വിചാരിച്ചിട്ട് അയ്യോ ഇത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ടോ? ഉണ്ട്. ബിക്കോസ് അണ്ടർ വാട്ടർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ വേറെ രീതിയിൽ ഗ്രാഫിക്സ് ചെയ്തു. പക്ഷെ എനിക്ക് അണ്ടർ വാട്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഇത്രയും വലിയ ക്യാമറയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ കുറച്ച് വൺ ലൈനർ റെസ്പോൺസ് ആണ്. ഒരു ഇമേജ് ഉണ്ടോ ചൈൽഡ്ഹുഡിൽ നിന്ന് എപ്പോഴും ക്യാരി ചെയ്യുന്ന ഇൻ യുവർ ഫ്രെയിംസ് ആൻഡ് ഷോട്ട്സ്? ഉണ്ട്. എന്താണ്? ഐ തിങ്ക് വെള്ളത്തിൻ്റെ ഒരു ഇതാണ്. ബിക്കോസ് ഐ തിങ്ക് ഞാൻ ആക്ച്വലി ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നാഷണൽ ജോഗ്രഫിക്ക് നിന്ന് കുറേ ആൾക്കാർ കേരളത്തിൽ വന്നു കൾച്ചേഴ്സ് ഓഫ് കേരള ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ ക്യാമറമാനെ ദൂരം കളഞ്ഞെന്ന് വെച്ചാൽ അയാളെ അമ്പലത്തേക്ക് എടുത്തില്ല. അങ്ങനെ ഞാനപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ പിടിച്ചിട്ടു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തു. 1 മണിക്കൂർ പടമാണ് അത്. ഒരു 2-3 വർഷം മുമ്പ് അത് തീർന്നത്. പണ്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടപ്പം ഞാൻ അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്തെല്ലാം ഇതിലുണ്ട്. ഒരു ബാലൻസ് ഉണ്ടോ? അതായത് ഒരു പോയറ്റിക് ആൻഡ് ദ പ്രാക്ടിക്കൽ വൈൽ ക്യാപ്ചറിങ് എ സ്റ്റോറി, അതെങ്ങനെയാണ്? ഐ തിങ്ക് ദ പോയറ്റിക് ഇസ്, ഇപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഇരിക്കണം. പക്ഷെ ഒരു പെയിൻറ്റും ബ്രഷുമായിട്ട് ഒരു മാസ്റ്ററി ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ബോത്ത് ആക്ച്വലി. ഒരു പെർട്ടിക്കുലർ ഫ്രെയിം ഫ്രം യുവർ കരിയർ, ഏതെങ്കിലും സിനിമയിൽ ഒരു ഷോട്ട് ഇപ്പോഴും സ്റ്റിൽ കംഫർട്ട്സ് യു അല്ലെങ്കിൽ സ്റ്റിൽ ഹോൺസ് യു? നമ്മളെ അങ്ങനെ ഹോൾഡ് ചെയ്തില്ലെങ്കിലും ഒരു ഇമേജ് എപ്പോഴും എല്ലായിടത്തും വരുന്നത് ഈ രജനീകാന്ത് ദളപതിയിൽ സൂര്യൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോകുന്നത്, അത് എല്ലാവരും എപ്പോഴും എത്തുകൊണ്ടിരിക്കും. കറക്റ്റ്. താങ്കളുടെ ക്യാമറയ്ക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ താങ്കളെ പറ്റിയുള്ള എന്തെല്ലാം സീക്രറ്റ്സ് ആ ക്യാമറ പറയും? ഭയങ്കര ഉപദ്രവമെന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് കാൻസിൽ അവാർഡ് കിട്ടിയ നേരത്ത് ഞാനപ്പോൾ ഇപ്പം ചോദിച്ചതെന്ന് പറയാണ്, അവാർഡ് കിട്ടിയ നേരത്ത് എനിക്ക് അവാർഡായിട്ട് തന്നത് ഒരു സെറ്റ് ലെൻസസ് ആണ്. എൻ്റെ പേരൊക്കെ എഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. ആഞ്ചിനിയോ അത് ഭയങ്കര എക്സ്പെൻസീവ് ലെൻസാണ്. പക്ഷെ എൻ്റെ പേരൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ പക്ഷെ എനിക്ക് പൈസയായിട്ടൊന്നും തന്നില്ല. പക്ഷെ ഇതായോണ്ട് ടാക്സ് ചെയ്തില്ല. സമ്മാനമായതുകൊണ്ട്. കറക്റ്റ്. അൺയൂഷ്വൽ ആയിട്ടൊരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ താങ്കളുടെ വിഷ്വൽസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ. ബിക്കോസ് ഞാൻ നോക്കിയിട്ട് ഞാൻ രാവിലെ വെളുപ്പിനെ എണീക്കുവേ, അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അതൊരു ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളതെല്ലാം കാണും. കറക്റ്റ്. ഒരു സാധാരണ നിലയിൽ ഒരു ഗ്രേറ്റ് സ്റ്റോറി അല്ലെങ്കിൽ റൈറ്റിംഗ് ആണോ താങ്കളുടെ ഫ്രെയിമിനെ എൻഹാൻസ് ചെയ്യുക? യുനോ ദാറ്റ്സ് വാട്ട് പീപ്പിൾ തിങ്ക് യൂഷ്വലി. ആ റൈറ്റിംഗ് അപ് ടു ദ മാർക്ക് അല്ലെങ്കിൽ ഹൗ ഡു യു കോംപ്ലിമെൻറ്റ് ദാറ്റ്? ആക്ച്വലി നമ്മുടെയൊക്കെ മൈൻഡിൽ ഒരു നോവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നോവൽസിനെയൊക്കെ കൊച്ചിലെയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും വലുതാകുമ്പോൾ നമുക്ക് കുറേ വിഷ്വൽ റൈറ്റേഴ്സിനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ബെൻ ഓക്രി ഇല്ലെങ്കിൽ അരുന്ധതി റോയ്. അപ്പോൾ ഇവരുടെയൊക്കെ റൈറ്റിങ്ങിൽ നല്ല വിഷ്വൽസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതൊക്കെ നമ്മളെ ഇല്ലെങ്കിൽ നമ്മുടെ
കഥകളിപ്പദങ്ങൾ, അതെല്ലാം നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും വിഷ്വലി. ബിക്കോസ് ഇപ്പോൾ വാനപ്രസ്ഥ കണ്ടു കഴിയുമ്പം അതൊക്കെ ഒരുപാട് കഥകളിപ്പദങ്ങൾ സെൻ പോലെ ഈ ഹൈക്കു പോയിട്ട് വരെ നമ്മൾ മാറ്റിയതേ ഉള്ളൂ. ഒരുപാടൊക്കെ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് വന്ന ഒരു സിനിമോട്ടോഗ്രാഫർ ആകുമ്പോൾ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എവറിത്തിങ്, അല്ലാതെ ഒന്ന് മാത്രമല്ല. ആഡിങ് ടു ദാറ്റ്, അങ്ങനെ ആകുമ്പോൾ ഒരു റിയാലിറ്റി ഫ്രെയിമിംഗ് റിയാലിറ്റി വേഴ്സസ് ക്രിയേറ്റിംഗ് ഫാൻറ്റസി, അതിൽ താങ്കളുടെ ഫിലോസഫി എന്താ? സി ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിൽം മേക്കേഴ്സ്. ഇപ്പോൾ ചിലവരാണെങ്കിൽ വി വിൽ ട്രൈ ടു റീക്രിയേറ്റ് റിയലിസം. അപ്പോൾ റിയലിസം അവിടെ കസേര, ഇവിടെ എന്ത് വേണം, ഇതിങ്ങനെ കണ്ടു, ദാറ്റ്സ് അനദർ വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. മറ്റേതാണെങ്കിൽ യുവർ ഡിസയർ ടു ക്രിയേറ്റ് യുവർ ഓൺ വേൾഡ്. അപ്പോൾ ഒരു പീരിയഡ് ഫിലിമും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എനിക്കത് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫിലിംസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഉറുമിയാണെങ്കിലും അനന്തപുരമാണെങ്കിലും നമ്മൾ സംവെയർ നമ്മുടെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. അത് അങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റിംഗ് അല്ല. അപ്പോൾ അതേപോലെയാണ് പിന്നെ ഈ ബറോസും ഒരു മോഹൻലാലിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സത്യമായിട്ട് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു മാന്ത്രവാദിനിയില്ലേ, എനിക്ക് യോധയിലെ സ്ത്രീയെ കുറച്ച് ഉപമ തോന്നി. അത് പക്ഷെ അല്ല, മേക്കപ്പ് ഇസ് അബ്സല്യൂട്ട്ലി നൈസ്, എല്ലാം തന്നെ. പക്ഷെ പെട്ടെന്ന് അതെനിക്ക് തോന്നി നമ്മുടെ ദുര്യോധനായിട്ട് അഭിനയിച്ച ആളും ആ സ്ത്രീയും കൂടിയായിരുന്നല്ലോ, അതിൽ പെട്ടെന്നൊരു ഇത് വന്നതാ. അല്ല, ഇത് ആക്ച്വലി അതൊരു ആണോ? വാവ്, മോഹൻലാലിന്റെ ബ്രെയിൻ വേവ് ആണ്. വാ, എന്തൊരു, അത് ഭയങ്കര രസമാണ് ആണല്ലേ. അതുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നുണ്ടും ആ കണ്ണും ആ മേക്കപ്പും വെരി നൈസ്. അതെ. താങ്കളുടെ ഫ്രെയിംസ് 3 കളേഴ്സ് താങ്കളുടെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് 3 കളേഴ്സ് ആയിരിക്കും പാലറ്റിൽ ഉണ്ടാവുക? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിലിം ആക്ച്വലി. ഇപ്പം ഞാൻ ടെററിസ്റ്റ് എന്നുള്ളൊരു ഫിലിം ചെയ്തപ്പം അത് ചോര ഇതൊക്കെ കാണിക്കുന്നത് റെഡാണ് വരേണ്ടത്, പക്ഷേ ആ പടം മൊത്തം ബ്ലൂവും ഗ്രീനും. അപ്പം താങ്കളുടെ ലൈഫിനെ കുറിച്ചുള്ള ഫ്രെയിം ആയിരുന്നെങ്കിലോ, പേഴ്സണൽ ലൈഫിനെ കുറിച്ച്? എൻ്റെ ഫ്രെയിം, ഇഫ് യുവർ ഫ്രെയിം ഓഫ് യുവർ ലൈഫ് 3 palettes. I like cold colors, but I also love the warm colors. അപ്പം ഇപ്പം ദളപതി I can never think of ദളപതി in a blue color field because സൂര്യ സൺ ഗോഡ് അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ it depends on the script. അതെ. My question was like this: someone were to frame your life, what 3 colors will dominate in your palette? I think one would be beautiful colorless water. And the water will reflect the green, the red and everything else. സാധാരണ ഞാൻ കേൾക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് നല്ല ഷോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്ത് വാ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് എഡിറ്റർ പോയി അത് കട്ട് ചെയ്യുമ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? ഓഫ് കോഴ്സ് നമുക്ക് ദേഷ്യം ഒക്കെ വരും, എന്നിരുന്നാലും how does it, എത്ര സമയം? Initially it was very upsetting. But later on, I realized that that's the editor's job, because he is trying to cut out things which are not fitting into the film, despite maybe being upset. ഏറ്റവും അധികം എഡിറ്റേഴ്സ് അസോസിയേറ്റ് ആരായിരുന്നു? ശ്രീകർ പ്രസാദ്. സോ അദ്ദേഹത്തിനോട് പിന്നെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, അദ്ദേഹം അങ്ങനെ കട്ട് ചെയ്തില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഷോട്ടൊക്കെ എടുക്കുമായിരുന്നു. സത്യം. കുറേ ഫസ്റ്റുകൾ. ഓക്കെ, സം ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്. ആദ്യത്തെ ഇൻസ്പിറേഷൻ സിനിമ? എനിക്കൊന്ന് സത്യത്രയാണ്. ഓക്കെ. ഫസ്റ്റ് ഫ്രെയിം ഫോർ യുവർ ഫീച്ചർ ഫിലിം? സിനിമാറ്റോഗ്രാഫർ. എൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ ചെയ്തതാണ്. നിധിയുടെ കഥ. നിധിയുടെ കഥ ഇപ്പോഴും നിധിയിലാണ് ഇരിക്കുന്നത് അല്ലേ? ബാറോസ് നിധി, അതും നിധി. അല്ല, അത് നിധിയുടെ കഥ ഞാൻ പൊന്മുടി പോയി, എൻ്റെ വലിയ ഇഷ്ടമായിരുന്നു പൊന്മുടി ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളത് 4-5 ദിവസം കൊണ്ട് തീർന്ന പടമാണ്. പക്ഷേ അതിൻ്റെ ആ മിസ്റ്റും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് എപ്പോഴാണ്? എൻ്റെ സീരിയൽ സ്റ്റോറിയിൽ താങ്കൾ ഏതോ ക്യാമറ ആദ്യമായിട്ട് ഇന്ത്യയിൽ എനിക്കാണെന്ന് പറഞ്ഞു തന്നു, പക്ഷേ ശരിക്കും ആദ്യം മേടിച്ച ക്യാമറ ഏതാ? ആദ്യം എൻ്റെ ഡാഡ് ഹാഡ് 2 cameras. One was a Mitchell and one was a Alexa, Reflex. പക്ഷെ മിച്ചലിൽ ഞാൻ ഒരുപാട് ലെൻസ് അഡാപ്റ്റ് ചെയ്തു. അതാണ് 20 പറഞ്ഞത്. ഇത് ദിൽസയ്ക്ക് ഞാനൊരു ലെൻസ് വാങ്ങിച്ച് അത് അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഷാറൂഖ് ഖാൻ ഇരുന്ന സ്പീച്ചിൽ ഇങ്ങനെ ഔട്ട് ഫോക്കസ് വൈ ഫോക്കസ് ഒക്കെ വരുന്നില്ല, അതെല്ലാം ആ ലെൻസിലാണ്. അത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ലെൻസാണ്. ആദ്യത്തെ അവാർഡ് എന്തായിരുന്നു? ഫസ്റ്റ് അവാർഡ് ഫോട്ടോഗ്രാഫിക്ക്. എനിക്ക് അതിനു മുമ്പേ എനിക്ക് ഷോർട്ട് ഫിലിമിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക്
അമ്മ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു, എടാ നിൻ്റെ പടം എല്ലാം ആക്ഷനും ബഹളവും ഒക്കെയാണല്ലോ, നിനക്ക് അവാർഡൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പെരുന്തച്ചൻ ചെയ്തത്. അത് ആ സിനിമ ഒരു ക്ലാസ് എന്താ പറയാ, അത് ചെയ്യാൻ നേരത്തെ പെരുന്തച്ചനും ദളപതിയും ഓൾമോസ്റ്റ് സിമിലറാണ്. ഞാനത് മണിരത്നെ പിന്നെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് പെരുന്തച്ചനും പെരുന്തച്ചൻ്റെ കുറേ റെഷസ് കാണിച്ചപ്പം അങ്ങനെയാണ് മനോജ് കെ ജയനെ പിടിച്ച് ദളപതി. ഓക്കെ. ആദ്യത്തെ മെൻറ്റർ ആരാണ്? അച്ഛനാണ്. അച്ഛൻ ശിവൻ സർ. ആദ്യത്തെ ഫെയിലിയർ എന്തായിരുന്നു? ഫെയിലിയറൊക്കെ ആദ്യമേ പിന്നെ ഞാൻ തുടങ്ങാൻ നേരത്താണ് ഫെയിലിയേഴ്സ് കൂടുതൽ. പിന്നെ അപ്പോൾ ആദ്യം എപ്പോഴും ഫെയിലിയറും വേണം, ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. പക്ഷേ ആദ്യമൊക്കെ നമുക്ക് ഫെയിലിയർ വരുമ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ആവും, അപ്പോൾ ഭയങ്കരമായിട്ട് ഡിജക്റ്റഡ് ആവും. എസ്പെഷ്യലി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫെയിലിയർ ഒന്നുമില്ല, ചെറിയ പടം കിട്ടിയില്ല ഇങ്ങനത്തെ ഒക്കെ ഉള്ളത്. പക്ഷേ ഫെയിലിയേഴ്സ് ആവശ്യമാണ്. ഫെയിലിയേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ വരത്തില്ല. ആദ്യത്തെ ബ്രേക്ക് ത്രൂ ആക്ച്വലി ഈ നിധിയുടെ കഥ ഫസ്റ്റ് ഫിലിം ചെയ്തിട്ട് അത് അന്ന് 16mm ബ്ലോ അപ്പ് ചെയ്ത പടമാണ്, നോർമലല്ല. അപ്പോൾ ഇത് പ്രോസസ്സിങ് പ്രിൻറ്റിങ് എല്ലാം ബോംബെയിൽ പറ്റും. അങ്ങനെ ഇത് ബോംബെ കൊണ്ടുപോയി. ബോംബെ കൊണ്ടുപോകണേ സഡനായിട്ട് അവിടെ മൻമോഹൻ ഷെട്ടിയാണ് ലാബിൻ്റെ ഓണർ. അങ്ങേർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങേരുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അങ്ങനെ കാണിച്ചാണ് ഞാൻ അമീർ ഖാൻ്റെ റാക്ക് എന്ന സിനിമ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് സെക്കൻഡ് ഫിലിം അല്ലേ? ഇനി ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടറിൻ്റെ പേര് പറയാം, മനസ്സിൽ വരുന്ന ഒരു വെൻ യു വർക്ക് വിത്ത് ഹിം, വാട്ട് ഇസ് ദാറ്റ് വൺ വേർഡ് ദാറ്റ് കംസ് ടു യു? ഓക്കെ, കുറേ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്ത് ഞാൻ 5-6 പേരെ പറയാം. സ്റ്റാർട്ടിങ് വിത്ത് മണിരത്നം സർ. Unconventional. He will say, Santosh, this can't be conventional. Unconventional. Okay. Of course, Priyadarshan sir. ഇത് നമുക്ക് കലക്കണം. Of course, Mohanlal. അണ്ണാ എല്ലാം നന്നായിട്ട് വരും അണ്ണാ. MF Hussain sir. MF Hussain sir പറയും, Santosh, it's all coming from above. Just do whatever you feel like. Instinctive. Everybody gives you that kind of approach അല്ലേ? ഒരു തരം ആ ഒരു എന്താ പറയുക, ഫ്രീ ഹാൻഡ് തരുമല്ലേ എല്ലാ ഡയറക്ടേഴ്സും? ഫ്രീ ഹാൻഡ് മാത്രമല്ല, അങ്ങനെ വരുത്തുമില്ല. He won't come. അപ്പോൾ ഒരു സൗകര്യമല്ലോ. ഇല്ല, he believed that he saw some director, Bresson or someone working. So he used to... This was Meenakshi, right? I did Meenakshi. French guy. So the French guy would tell the cinematographer, do this and come. And then he won't... Murugadas sir. Murugadas sir, ഇതെല്ലാം கொஞ்சம் ടെക്നിക്കലാ, എല്ലാം ഒരു everything is to do with scrutiny and, you know, investigation. അപ്പോൾ he is into that. Santosh Shivan. My saying. What I would say. That's a good one. I would say, is there a visual storytelling in this? That's it right. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് സന്തോഷ്, നമ്മുടെ സിനിമ ക്രെഡിറ്റ്സ് വരുമ്പോൾ ഓക്കെ, സിനിമറ്റോഗ്രാഫേഴ്സിനും അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനും കൈയടി കിട്ടുന്നത്, എസ്പെഷ്യലി ഫോർ യു. ഞാൻ ബറോസിൽ കണ്ടപ്പോഴും വേറെ പല സിനിമറ്റോഗ്രാഫേഴ്സിൻ്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ ഐ തിങ്ക് ഫോർ നമ്മുടെ ഇടയിൽ അതൊരു വലിയ സംഭവമാണ്. കാരണം റെക്കഗ്നൈസിങ് ദ ടെക്നീഷ്യൻസ്, അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? സ്വന്തം പേര് വരുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ കൊളീഗ്സിൻ്റെ പേര് വരുമ്പോൾ കൈയടിക്കുന്നു ആൾക്കാർ. That's interesting because ഇപ്പോൾ ഈ ചെന്നൈ ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ അയച്ചു തരാം. അതിൻ്റെ അകത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി there was a standing ovation. Yeah. That was very, very interesting. എപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും, അതായത് ചില ഷോട്ടുകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ സന്തോഷം വരും. ഇപ്പോൾ തുപ്പാക്കി കാണുമ്പോൾ എനിക്ക് ദാറ്റ് യെല്ലോ ലൈറ്റ് ഓഫ് ഇൻ വിജയ്സ് റൂം അത് ഓർമ്മ വരും. താങ്കൾക്ക് അങ്ങനെ വല്ല വിഷ്വൽ ഇതുണ്ടോ? ഇഫ് ഐ ടോക്ക് അബൌട്ട് വൺ ഫിലിം അശോക, ഏത് ഷോട്ടാണ് പുറത്ത് മുമ്പിലേക്ക് വരുന്നത് മനസ്സിലൊരു സീൻ? ഒരുപാട് ഷോട്ട്സ് വേണം. നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിൽ മുഴുവൻ നമ്മളെല്ലാം വിഷ്വലായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ദ വിഷ്വൽസ് കം മച്ച് ബിഫോർ. ഫോർ എക്സാമ്പിൾ, ഞാൻ ആക്ച്വലി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഇവിടെ വരാൻ നേരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ
അസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യണം, ആ ഇല്ലെങ്കിൽ അവിടെ ഒപ്പർച്യൂണിറ്റി എടുത്തിരുന്നു. ആ അപ്പോൾ എനിക്ക് അസിസ്റ്റ് ചെയ്യണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ആയിരിക്കും. പക്ഷേ ഞാൻ ആരെയും അസിസ്റ്റും ചെയ്തില്ല. ഞാൻ അച്ഛൻ്റെ പറഞ്ഞാൽ അച്ഛനെ ഞാൻ അസിസ്റ്റ് ചെയ്യില്ല. അതുപോലെ പഠിക്കാനുള്ളതെങ്കിൽ ഒരു ഗുരു മതി, എന്തിനാ ഒരുപാട് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ല ഇപ്പം, മനസ്സിലായില്ലേ. പക്ഷേ എനിക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ അറിയാം, സ്റ്റിൽസൊക്കെ അറിയാം. അപ്പോൾ എന്നെ ഞാൻ പിന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് അവിടുത്തെ ബിഷപ്പിന് വേണ്ടി, ആർച്ച് ബിഷപ്പിന് വേണ്ടി ഒരുപാട് വർക്ക് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ ഈ ക്രിസ്ത്യൻ അവർക്ക് വേണ്ടി ഡോക്യുമെൻ്ററി ആയിരുന്നു. അതേപോലെ വിവേകാനന്ദ കേന്ദ്രയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ഫിലിംസ്, ഈ പിന്നെ നഴ്സറി ബാൽവാടീസിലൊക്കെ പോയി അവർക്ക് ചാപ്പാടിക്കുന്നത് എടുത്തിട്ട് അവർക്ക് ഇത് കിട്ടും, പൈസ കിട്ടും ടാറ്റയുടെ നിന്നൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അത് നമ്മുടെ അരുണാചൽ പിന്നെ ഈ ഭയങ്കര ഇൻട്രസ്റ്റായി. ഇയാൾക്കുള്ളവർ ഇയാളെല്ലാം പോകുന്നുണ്ട് ബാൽവാടി, എല്ലാം ബാൽവാടി മുഴുവൻ പോയി, കന്യാകുമാരി, നാഗൂർ സ്ഥലമെല്ലാം. അപ്പോൾ നമുക്ക് ലൈഫിനെ പറ്റി ഒരുപാട് കാണും. ബിക്കോസ് സിനിമോട്ടോഗ്രാഫർ ആവേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഒരു യാത്ര ചെയ്യാന്നുള്ളതാണ്, മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പം അവർ ചോദിച്ചു സന്തോഷിന് പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് ട്രൈബൽസിനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അരുണാചൽ പ്രദേശ് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ വിചാരിച്ചു ആന്ധ്രാപ്രദേശിൻ്റെ അടുത്ത് കണ്ടാണ്. ഞാൻ പറഞ്ഞു പിന്നെന്താ അരുണാചലല്ല, എവിടെയാണ് പോകുന്നത്? ഹിമാലയത്തിൽ, ചൈന ബോർഡർ. അടിപൊളി. 9 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി. അവിടെ മുഴുവൻ കാടും, ഈ ആൾക്കാരൊക്കെ ഈ കരടിയുടെ തലപ്പാവും മറ്റും ഫറൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. പേടി തോന്നും. അവർക്കാണെങ്കിൽ നമുക്ക് വിവരമില്ലാത്ത പോലെ നമ്മളെ നോക്കുകയും ചെയ്യുന്നു. സ്കൂളിൽ പോയപ്പം സ്കൂളിൽ അവർ മഹാത്മാഗാന്ധി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കൾപ്ചർ, അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുസ്തിക്കാരൻ്റെ കൂട്ട്, മനസ്സിലല്ലേ. ഈ അവിടുത്തെ ആൾക്കാരല്ലേ, ഹൈറ്റൊന്നുമില്ല, ഭയങ്കര ലെഗ് മസിൽസ്, ഷോൾഡർ, വടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പിള്ളേർ ചോദിച്ചു, മഹാത്മാഗാന്ധി ഇങ്ങനത്തെ ആളൊന്നും അല്ലായിരുന്നു, നോൺ വയലൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കി, ഇയാൾക്ക് ഇത് ഒന്നും അറിഞ്ഞൂടാ. ഇയാൾ വടി പൊക്കിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഓടിപ്പോയത്. അല്ലാതെ വടി പിടിച്ചുകൊണ്ട് നോക്കിയത് വടി ഓട്ടിച്ചതാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ ബ്ലാക്ക് മജീഷ്യൻ എന്ന് പേര് കിട്ടും. ബിക്കോസ് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിങ്ക് നിറവാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഫോട്ടോഗ്രാഫി ഒക്കെ കാണുന്ന അവർ ഞെട്ടിപ്പോയി, ഇയാൾ മജീഷ്യൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ പട്ടി മരിച്ചുപോയി, അതുകൊണ്ട് കാട്ടിൽ പിന്നെ ബെറിയിൽ കൊടുക്കുക, വരണം. അപ്പം ഞാൻ പോയി. കാട് നല്ല കാടാണ്, കൊടും കാടാണ്. അതിൻ്റെ അതുകൂടെ പോയി. അതിലൊരു ഒരു വലിയൊരു മരം കണ്ടു, അതിൻ്റെ അടിയിൽ കുഴിച്ചു തുടങ്ങി. 8 അടിയായിട്ട് നിർത്തിയിട്ടില്ല, പിന്നെയും കുഴിക്കുക. ഇരുട്ടുന്നു. ഞാനൊന്ന് ടെൻഷനായി, ഇത് ഇരുട്ടല്ല, ഇത് എപ്പോഴാണ് ഇത് ഇടാൻ പോകുന്നത്? അപ്പോൾ ഇത് വേര് കണ്ടില്ല, വേര് കാണാതെ അത് ഇടത്തില്ല. അപ്പോൾ അങ്ങനെ വേര് കണ്ടിട്ട് അവസാനം അപ്പോൾ ചേച്ചി ഈ വേരെന്തിന് കാണുന്നത്? അപ്പോൾ വേര് കണ്ടാലേ പട്ടി പൂവാവും. അപ്പോൾ പിന്നെ അവരുടെ ഫിലോസഫിയിൽ അവരൊരു കാര്യം എടുത്ത് പറഞ്ഞു, മിസ്റ്ററി ഉള്ള ആൾക്കാരെല്ലാം ഒരു നല്ല ബ്ലെൻഡ് കാണും, ഡാർക്ക്നെസ്സും ഷെയ്ഡും. ഒരു മരം കാണുമ്പോൾ നിങ്ങൾ മേളിലോട്ടല്ലേ കാണുന്നുള്ളൂ, താഴോട്ടുമുണ്ട്, ഡാർക്ക്നെസ്സിലുമുണ്ട്. അതേപോലെയാണ് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും. അത് ഇല്ലെങ്കിൽ അതിന് ലൈഫില്ല. അപ്പോൾ ഇത് ഞാൻ സിനിമോട്ടോഗ്രാഫിക്കലി അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രെയിം കണ്ടു കഴിഞ്ഞാലും അതിലൊരു മിസ്റ്ററി കാണും, ഒരു ബ്ലാക്കും ഡാർക്ക്നെസ്സും ബ്രൈറ്റ്നെസ്സിൻ്റെയും ആ ഒരു ബ്ലെൻഡ് കാണും. അതില്ലെങ്കിൽ നമ്മൾ ഹാപ്പിയല്ല, നമ്മൾ റെഫറൻസൊന്നും പോകുന്നില്ല, ഇങ്ങനെ ലൈറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. പിന്നെ ഇത് എങ്ങനെ ചെയ്തു, എങ്ങനെ ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാൻ പറ്റും? ഫോർ എക്സാമ്പിൾ മണിരത്നം പറയുന്നു, പിന്നെ സന്തോഷ്, രുക്മിണി നമുക്ക് രാത്രി ഷൂട്ട് ചെയ്യാൻ എങ്ങനെ? ഈ ചെവിയും കേൾക്കാത്ത ആൾക്കാരെ വെച്ചിട്ട് കേട്ട, ചെവിയും കേൾക്കാതെ ഒന്നും കേൾക്കാതെ വയസ്സായ ആൾക്കാരെ വെച്ചിട്ട് കാട്ടിൻ്റെ നടുക്ക് രാത്രിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതും ഞാൻ ഇവിടുന്ന് പഠിച്ചതാണ്. അപ്പം ഈ കുഴിച്ചിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ഇരുട്ടി. അപ്പോൾ സഡനായിട്ട് ഒരു സ്ഥലം എത്തിയപ്പോൾ അവർ പറഞ്ഞു, പിള്ളേരെല്ലാം കൂടെ എന്നെ സറൗണ്ട് ചെയ്ത് വാളകൂരി, എല്ലാവരുടെയും വാളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് പ്രശ്നം? അത് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, 2 ടൈഗറിൻ്റെ കാൽപ്പാടുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം.
കേട്ടില്ലേ ശബ്ദമില്ല. അപ്പോൾ ശബ്ദമൊന്നുമില്ല, കാട്ടിനടുക്ക് ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്, എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത്. അപ്പോൾ ഞാൻ, നമ്മൾ ടീച്ചറല്ലേ, കുറച്ച് അഭിമാനമൊക്കെ വേണ്ടേ ഇവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഇപ്പം കടുവയെ കണ്ടു? അപ്പോഴാണെങ്കിൽ അന്നാണെങ്കിൽ ഒരു വഴിയായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, കടുവയെ കണ്ട് ഞങ്ങൾ ഓടി പിന്നെ മരത്തിൻ്റെ മേളിൽ കയറുന്നു കേട്ടോ. പറ്റത്തില്ല, നമുക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല, ഇവിടെ തെക്കേ പോലും കയറാൻ പറ്റില്ല. അപ്പം അവിടെയൊക്കെ ടോൾ ഗ്രാസാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ഈ കാണുന്നോടത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടുവ അവിടെ നിന്ന് ഇരിക്കുകയായിരിക്കും, മലയാളി ഡിന്നർ, അപ്പോൾ മലയാളി സദ്യ വരുന്നതൊക്കെയാണ് അത്. അപ്പം ഞാനൊന്നും ചെയ്യും. അപ്പം ഞാൻ ഈ ചെറുക്കനത് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ഓടാനും ചാടാനും എനിക്കറിഞ്ഞൂടാ, ഞാനെന്ത് ചെയ്യും, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ കൊച്ചിലെ ഇവിടെ പഠിച്ചതല്ലേ, ഞാനെന്ത് ചെയ്യും. അപ്പോൾ അദ്ദേഹം എടുത്ത് അത് പ്രോബ്ലമില്ല, കടുവ വന്ന് നമ്മളെ നോക്കും, നമ്മൾ കടുവയെ നോക്കും, എല്ലാം പഠിക്കുന്നു. ഓടിച്ചാടി എവിടെ വേണം പോയി, ഒന്നും അറിയേണ്ടത് എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ധൈര്യം. അപ്പോൾ നമുക്ക് എത്ര ഡിഫിക്കൽട്ട് പൊസിഷൻ ആണെങ്കിലും ഒരു കടുവയുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അറിയാവുന്നതെല്ലാം നടന്നു. ഓക്കെ. സന്തോഷ് ശിവൻ്റെ ഫ്രെയിംസിനെ ക്രിട്ടിക്ക് ചെയ്യുന്ന ആരാ എപ്പോഴും? ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ അറിയില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഓൺ സ്ക്രീൻ. ഞങ്ങളെ ഒരു വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്തോഷ് ശിവൻ്റെ ഫ്രെയിംസിനെ താങ്കളുടെ പേഴ്സണൽ വലയത്തിൽ എപ്പോഴും ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരാളാണ്? ഇല്ല, ക്രിട്ടിക്കായിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ ഷാറുഖ് ഖാൻ പറയും, സന്തോഷ് എവറിത്തിങ് ഈസ് സ്റ്റാൻഡ്, എവറിത്തിങ് ഈസ് ഫൈൻ, ഐ ആം ഓൾസോ ലിറ്റ് ഡോ. നമ്മളൊരു ഇപ്പോൾ എല്ലാവരും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എന്നൊക്കെ പറയുന്ന ആളാണ് ഐശ്വര്യ റായ്. പക്ഷെ നമ്മളിങ്ങനെ അവരെ നോക്കുകയാണെങ്കിൽ അവർ നിന്നിരും നോക്കാം. അപ്പോൾ അവർക്ക് തോന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്തില്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒരു ആക്ടർ ഒരു സിനിമോട്ടോഗ്രാഫറിന് തരണമെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ദ ആക്ടർ ഓർ ആക്ട്രസ് ഈസ് തിങ്കിങ് ഓഫ് ദിസ് പേഴ്സൺ, ദ ക്യാമറ ആസ് ദ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് നമ്മൾ തലേന്നും ജീവിക്കണമല്ലോ പോകുന്നത്, നമ്മൾ വെറുതെ പോകും. ബിക്കോസ് ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോഴത്തേക്ക് എല്ലാം അക്സെപ്റ്റഡ് ആണ്. അപ്പം ആ ഒരു ഫ്രീഡം ഒരു സിനിമോട്ടോഗ്രാഫറിന് എപ്പോഴും കിട്ടും. Talking about that, when you look through the lens, ഏത് ആക്ടർ, മെയിൽ ഓർ ഫീമെയിൽ, യു ഫസ്റ്റ് ലുക്ക് ആൻഡ് സേ ഓക്കെ ഫൈൻ ദിസ് ഇസ് പെർഫെക്റ്റ്, അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടോ? എല്ലാ ഫേസും പെർഫെക്റ്റ് ആണ്. എനിക്കത് ചിലപ്പോഴൊക്കെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഫേസ് ഇല്ലേ, അതാണ് ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിക്കവാറും അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. ബിക്കോസ് ഇപ്പം ഞാൻ ഒരു പടം ചെയ്തു പെരുന്തച്ചൻ, അപ്പം അതിൻ്റെ അകത്ത് തിലകൻ യൂസ് ടു മേക്ക് ദ പെർഫെക്റ്റ് ഗോഡസസ്. മോൻ വന്ന് ചെറിയ ഇംപെർഫെക്ഷൻസ് ചെയ്തു. ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദാറ്റ് സംതിങ് വി ക്യാൻ ലേൺ ഫ്രോം. ബിക്കോസ് എല്ലാവരുടെയും ഫേസിൽ അവർക്ക് എന്തെങ്കിലും ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ അതായിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ്. അടുത്ത പ്രോജക്ട്സ് എന്താണ്? ഞാനിപ്പോൾ ആക്ച്വലി ലാഹോർ 47 ചെയ്ത് കഴിഞ്ഞു. അത് സണ്ണി ദിയോൾ, അമീർ ഖാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്, രാജ്കുമാർ സന്തോഷ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ശിവാജി എന്നുള്ളൊരു സിനിമയാണ്. മലയാളത്തിൽ ഞാൻ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ പ്രോജക്റ്റ് ഓൺ കരിന്തണ്ടൻ. ലാസ്റ്റ് മറക്കുന്നതിന് മുമ്പേ, AI ഇൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമറ്റോഗ്രാഫിയിൽ അതിനൊരു സ്ഥാനമുണ്ടോ? I think AI is, see, one thing I realized long time back, ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് എപ്പോഴും വന്നുകൊണ്ടും പോയിട്ടിരിക്കും. അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അമ്മൂമ്മ ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, സന്തോഷം മോനെ ഇതാണ് ഒറിജിനൽ, നമ്മൾ സൂക്ഷിച്ച് വെക്കണം പെയിൻറ്റിങ്. അച്ഛൻ പറഞ്ഞു, മോനെ നെഗറ്റീവാണ് ഒറിജിനൽ, അത് സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ ഡിജിറ്റലാണ്. ഡിജിറ്റൽ എന്ന് വെച്ചാൽ ഒരു വിളക്ക് മറ്റേ വിളക്ക് കത്തിക്കുന്നില്ല, കോപ്പിയല്ല, വേറെ ഒറിജിനലാണ്. അപ്പോൾ അതേപോലെ AI നമ്മുടെ ഒക്കെ ഒരു മാൻമെയ്ഡ് ആണെങ്കിലും അതിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ളതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. നമ്മളത് യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ സൂം ലെൻസ് പിന്നെ ഇൻവെൻറ്റ് ചെയ്തതാണ് ഈ ആൻജിനിയോ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയത്. അയാളാണ് ആദ്യം സൂം ലെൻസ് കിട്ടുക. സൂം ലെൻസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എല്ലാവരും ഡയറക്ടേഴ്സ് എല്ലാം ക്യാമറമാൻ എല്ലാം പറയും സൂം ഇൻ സൂം ഔട്ട്, സൂം ഇൻ സൂം ഔട്ട്. അത് ഓവർ യൂസ് ചെയ്ത് ഇല്ലാതാക്കി. മനസ്സിലായില്ലേ?
ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അങ്ങ് ആ ഒരു ഇൻ്റലിജൻസ് ഇല്ല. അപ്പോൾ എയും ആദ്യമൊക്കെ കുറച്ച് ഓവർ യൂസ് ആവും. അത് കഴിഞ്ഞ് പതുക്കെ അത് പതുക്കെ നമ്മുടെ സംസാരം തുടങ്ങിയപ്പോൾ സാഷ എന്ന് പറയും, സാഷ എന്നല്ലേ പേര് പട്ടിക്കുട്ടി, അദ്ദേഹം ഓടി നടക്കായിരുന്നു. ഇപ്പൊ സുഖമായിട്ട് ഇത് കൂടെ കേൾക്കുന്നതാണ്. അതെ, ഇത്രയും വലിയൊരു ആളുടെ പട്ടിക്കുട്ടി ഹാപ്പി ആയിട്ട് ഉറങ്ങും ഇവിടെ ഒരു മാസ്റ്റർ ക്ലാസ് നടക്കുമ്പോൾ. സന്തോഷ്, താങ്ക് യു സോ മച്ച്. എന്നെ വീട്ടിൽ വിളിച്ച് രാവിലെ ഈ ക്രിസ്മസ് സുപ്രഭാതത്തിൽ നല്ലൊരു സംസാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.